ഹായ് എവരിവൺ, വെൽക്കം ടു പെട്ര. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ പെട്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജോർദാനിലെ മരുഭൂമിയിലെ മലയിടുക്കുകളിൽ 2300 വർഷങ്ങൾക്ക് മുൻപ് നബാത്തിയൻസ് എന്ന ഗോത്രവർഗം കൊത്തിയെടുത്ത ഒരു അത്ഭുത നഗരമാണ് പെട്ര. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച പെട്ര 7 ലോക അത്ഭുതങ്ങളിൽ ഒന്നുകൂടിയാണ്. പെട്രയിലൂടെയുള്ള യാത്രയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വിതൗട്ട് ഫർദർ ഇൻട്രൊഡക്ഷൻ, ലെറ്റ്സ് എക്സ്പ്ലോർ പെട്ര ടുഗെദർ. ചരിത്രങ്ങളുടെ കലവറയാണ് ജോർദാൻ. അത്ഭുതപ്പെടുന്ന കാഴ്ചകൾ ഓരോന്നായി കണ്ട് പുതിയ അറിവും അനുഭവങ്ങളും തേടി ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോർദാനിൽ കണ്ടതും അനുഭവിച്ചതുമെല്ലാം വിലമതിക്കാനാവാത്തതാണ്. വാലി ഓഫ് ദ മൂൺ എന്നറിയപ്പെടുന്ന വാദിറ മരുഭൂമിയും ദ സീ ഓഫ് ഡെത്ത് എന്ന ചാവുകടലും റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന അമ്മാൻ നഗരവും എല്ലാം കണ്ട് ഇനി ഞങ്ങൾ പോകുന്നത് അതിനേക്കാൾ വലിയ അത്ഭുതമായ പെട്രയിലേക്കാണ്. വെറും അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ, ലോകത്തിലെ 2ാമത്തെ മഹാത്ഭുതം. ബസ്സിലെ യാത്ര അതെപ്പോഴും ഒരു വൈബ് തന്നെയായിരുന്നു. ONV കുറുപ്പിൻ്റെ മാസ്മരിക വരികൾ പൊഴിച്ചുകൊണ്ട് ഞങ്ങളുടെ ബസ് മരുഭൂമിയിലൂടെ അങ്ങനെ ഒഴുകി നടന്നു. ബസ് പെട്രയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനു മുൻപ് ഒരു വ്യൂ പോയിന്റിൽ നിർത്തി. അവിടെ നിന്നാൽ പെട്രയുടെ ഒരു വിദൂര ദൃശ്യം കാണാൻ പറ്റും. 2300 വർഷങ്ങൾക്ക് മുൻപ് നബാത്തിയൻസ് എന്ന ഒരു ഗോത്രവർഗം മണൽക്കല്ലുകളിൽ കൊത്തിയെടുത്ത് ലോകത്തെ വിസ്മയിപ്പിച്ച പെട്ര എന്ന നഗരമാണ് ദൂരെ കാണുന്ന മലമടക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ര സ്ഥിതി ചെയ്യുന്നത് ചാവുകടലിനും ചെങ്കടലിനും ഇടയിലാണ്. ലോകത്തിലെ പുതിയ 7 അത്ഭുതങ്ങളിലൊന്നായും യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായും അംഗീകരിക്കപ്പെട്ട പെട്ര നൂറ്റാണ്ടുകളായി സഞ്ചാരികളെയും ചരിത്രകാരന്മാരെയും സാഹസികരെയും ആകർഷിക്കുന്ന ഒരു പറുദീസയാണ്. ഗ്രീക്കിൽ പെട്ര എന്ന പേരിൻ്റെ അർത്ഥം പാറ എന്നാണ്. റോസ് റെഡ് മണൽക്കല്ലുകളിൽ കൊത്തിയെടുത്ത ഈ നഗരത്തിന് അത് അനുയോജ്യമായ പേര് തന്നെയാണ്. പെട്രയോട് ചേർന്ന് തന്നെയുള്ളൊരു നഗരമായിരുന്നു വാദി മൂസ. അവിടെയായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ. അങ്ങനെ ഞങ്ങളുടെ ലഗേജുകളെല്ലാം ഹോട്ടലിൽ വെച്ച ശേഷം പെട്ര കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. സൗദിയിൽ നിന്ന് ജോർദാൻ പാസ് എടുത്താണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജോർദാനിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എല്ലാം നമുക്ക് കാണാൻ കഴിയും. അതിൽ പെട്ര ഇൻക്ലൂഡഡ് ആണ്. ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ര എൻട്രി പെർമിറ്റ് കിട്ടുന്നതാണ്. പെട്ര എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്. അതുപോലെ ഈദ് ഹോളിഡേ ആയതുകൊണ്ട് കൂടെ ആയിരിക്കാം നല്ല തിരക്കുള്ള സമയമായിരുന്നു അന്ന്. ഞങ്ങളങ്ങനെ അകത്ത് പ്രവേശിച്ചു. ഇനി നടന്ന് വേണം കാണാൻ. പെട്ര മുഴുവൻ നടന്ന് കാണാനാണെങ്കിൽ ഏകദേശം 17 കിലോമീറ്റർ, അതായത് 13-14 മണിക്കൂറെങ്കിലും നടക്കാനുണ്ട്. കുറച്ച് ഭാഗത്തേക്ക് പെയ്ഡ് ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. അതുപോലെ കുതിരകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യാം. ഞങ്ങളെന്തായാലും നബാത്തിയൻ സഞ്ചരിച്ച വഴിയിലൂടെ കഴിയുന്നത്ര നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. പെട്ര ആയിരക്കണക്കിന് വർഷങ്ങളുടെ കഥ പറയുന്ന ഒരു ചരിത്ര ഭൂമിയാണ്. ചരിത്രത്തെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. മലകളും കുന്നുകളും തുരന്ന് അതിനുള്ളിൽ താമസിച്ചിരുന്നവരാണ് നബാത്തിയൻസ്. അങ്ങനെയുള്ള വീടുകൾ നമുക്ക് വഴിയിലൂടെ നീളം കാണാം. പാറയിൽ മൃഗങ്ങളുടെ എല്ലാം രൂപങ്ങൾ അവർ കൊത്തിയെടുത്തതായി നമുക്ക് കാണാം. അവർ ദൈവവിശ്വാസികളായിരുന്നു. ഓർക്ക് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 2500ഓളം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ചാണ്. അതായത് ഇസ്ലാം മതവും ക്രിസ്തു മതവും ഭൂമിയിൽ ഉത്ഭവിക്കുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച്. അവർ ദൈവവിശ്വാസികളായിരുന്നു എന്ന് പറഞ്ഞല്ലോ. കാരണം അവരുടെ വീടുകൾക്ക് മുമ്പിൽ ഒരു കോണി പോലെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ആ വീടുകളിൽ താമസിച്ചിരുന്നവർ മരിക്കുമ്പോൾ ആ പടികൾ ചവിട്ടിക്കയറി സ്വർഗത്തിലേക്ക് പോകാൻ നിർമ്മിച്ചതായിരുന്നു അത്രേ അത്. This is the style of the Babylonians, the Assyrians. It represents the ascending soul of the dead toward the heaven. So ultimately through steps, the person or the family who was buried inside that tomb could be afterward. There's so climb up those steps upward to the heaven. 264 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുകയാണ് അത്രേ പെട്ര. പെട്രയുടെ ഉൾഭാഗത്തേക്ക് എത്തുന്തോറും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. വ്യാപാരികളായ ഒരു നാടോടി അറബ് ഗോത്രമായിരുന്നു നബാത്തിയക്കാർ. നൂറ്റാണ്ടുകളായി സുഗന്ധവ്യഞ്ജനങ്ങൾ, പട്ട്, ധൂപവർഗ്ഗങ്ങൾ ഒക്കെയായിരുന്നു അവർ കച്ചവടം നടത്തിയിരുന്നത്.
അറേബ്യ, ഈജിപ്ത്, മെഡിറ്ററേനിയൻ എന്നിവയ്ക്കിടയിലുള്ള ഈ പ്രദേശം വളരെ തന്ത്രപ്രധാനമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാന വ്യാപാര മാർഗങ്ങൾ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിലൂടെ അവർ അതിസമ്പന്നരുമായി. വ്യാപാരികൾ എന്നതിലുപരി അവർ സമർത്ഥരായ വാസ്തുശില്പികളും എഞ്ചിനീയർമാരും കലാകാരന്മാരുമായിരുന്നു. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നഗരം നിർമ്മിക്കാൻ അവർ തീരുമാനിക്കുകയും മരുഭൂമിയുടെ മധ്യത്തിൽ തന്നെ അവരത് ഇവിടെ നിർമ്മിക്കുകയും ചെയ്തു. പെട്രയിലൂടെ നടക്കുമ്പോൾ കെഫിയെ അല്ലെങ്കിൽ ഷെമ്മാഗ് പോലുള്ള പരമ്പരാഗത വസ്ത്രങ്ങൾ കൊണ്ട് തലമറച്ചിരിക്കുന്ന സ്വദേശികളെയും ടൂറിസ്റ്റുകളെയും നമ്മളവിടെ ധാരാളമായി കാണും. മരുഭൂമിയിലുള്ളവർ സാധാരണ തലയും മുഖവും മറക്കുന്നത് സൂര്യനിൽ നിന്നുള്ള സംരക്ഷണത്തിനും ശരീരം തണുപ്പിക്കുന്നതിനും അതുപോലെ പൊടിയിൽ നിന്നും മണലിൽ നിന്നുമുള്ള കവചത്തിനുമൊക്കെ വേണ്ടിയാണ്. എന്നാൽ ടൂറിസ്റ്റുകൾ പ്രാദേശിക സംസ്കാരത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് പരമ്പരാഗത ശിരോവസ്ത്രം ധരിക്കുന്നത്. ഇത് ജോർദാനിയൻ മരുഭൂമി നിവാസികളായ ബഡൂയിൻ സംസ്കാരത്തോടുള്ള ബഹുമാനത്തെയും സൂചിപ്പിക്കുന്നു. ഇരുവശവും ഉയർന്നു നിൽക്കുന്ന വലിയ പാറക്കെട്ടുകളാണ്. അതിനിടയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചരിത്ര വിദ്യാർത്ഥിയും ചരിത്രത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടായേക്കാം പെട്രയിലൂടെ നടക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ ഓരോന്നും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവർ മഹത്തായ സ്മാരകങ്ങൾ മാത്രമല്ല, മരുഭൂമിയിൽ അതിജീവിക്കാൻ സങ്കീർണമായ സംവിധാനങ്ങൾ വരെ നിർമ്മിച്ചു. ആധുനിക എഞ്ചിനീയർമാർ പോലും അഭിനന്ദിക്കുന്ന രീതിയിൽ വെള്ളം ശേഖരിക്കുകയും സംഭരിക്കുകയും വിതരണം ചെയ്യുകയും അവർ ചെയ്തിരുന്നു. പെട്രയുടെ വാസ്തുവിദ്യ പോലെ തന്നെ അത്ഭുതകരമാണ് അതിലെ ജല മാനേജ്മെൻറ്റ് സംവിധാനം. പ്രത്യേകിച്ച് വരണ്ടതും മരുഭൂമിയുമായ അന്തരീക്ഷത്തിൽ പുരാതന എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു യഥാർത്ഥ അത്ഭുതം. മഴവെള്ള സംഭരണികളും വാട്ടർ ഫിൽട്ടറിംഗ് സംവിധാനവും അക്വഡക്റ്റുകളും പൈപ്പ് ലൈനുകളും സിസ്റ്റേണുകളും സംഭരണികളും ആധുനികത എന്തെന്നറിയാത്ത ആ കാലത്ത് അവർ നിർമ്മിച്ചു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അത്ഭുതത്തോടെയാണ് ഞാനത് കേട്ടിരുന്നത്. They were so smart that they have created so many water aqueducts so they can harvest this electric rainwater. Even they have used through those aqueducts, they have used one time their own system with ceramic water pipes to guide not only rainwater but like drinking water into the site at the time. കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്ന് ചോർച്ചയില്ലാതെ വെള്ളം കൊണ്ടുവരാൻ അവർ നിർമ്മിച്ച സെറാമിക് കോട്ടിങ്ങുള്ള ചാനലുകളാണിത്. ഇതുപോലെ ചോർച്ചയില്ലാതെ വളരെ ദൂരത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്ന മൈലുകൾ നീളമുള്ള സെറാമിക് പൈപ്പുകളും അവർ നിർമ്മിച്ചു. ഇലക്ട്രിസിറ്റി എന്താണെന്ന് പോലും അറിയാത്ത അവർ അതിനെ അതിജീവിച്ചുകൊണ്ട് പ്രത്യേക മർദ്ദം ചെലുത്തി പൈപ്പുകളിലൂടെ വെള്ളം മുകളിലേക്ക് നീക്കി ആധുനിക ശാസ്ത്രത്തെ വരെ അവർ അമ്പരപ്പിച്ചു. നെബാത്യൻസ് ശാസ്ത്രീയ പാഠപുസ്തകങ്ങളൊന്നും അവശേഷിപ്പിച്ചിട്ടില്ലെങ്കിലും അവരുടെ അവിശ്വസനീയമായ എഞ്ചിനീയറിംഗ് നേട്ടങ്ങൾ പ്രാക്ടിക്കൽ ഫിസിക്സ് പ്രിൻസിപ്പിൾസിൽ ആഴത്തിലുള്ള അവരുടെ ധാരണ കാണിക്കുന്നു. ആധുനിക ശാസ്ത്രം അവയെ ഔപചാരികമായി നിർവചിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ. ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് നമ്മളിനി എത്തിച്ചേരാൻ പോകുന്നത് അറബിയിൽ അൽ ഖസ്ന അഥവാ ട്രഷറി എന്നറിയപ്പെടുന്ന കൊത്തുപണികളാൽ അലങ്കരിച്ച ഒരു അത്ഭുത നിർമ്മിതിക്ക് മുൻപിലാണ്. ട്രഷർ എന്നാണ് അതിന് വിളിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ നിധിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരു ശവകുടീരമായിരുന്നു എന്നതാണ് രസകരമായ വസ്തുത. AD 1-ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാന നബാത്തിയൻ രാജാവായിരുന്ന അരിസ്റ്റാസ് 4-മനു വേണ്ടി നിർമ്മിച്ചതാകാം ഇത് എന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും ശവകുടീരത്തിന് ആളുകൾ ട്രഷറി എന്ന് വിളിച്ചത്? കൊട്ടാരം പോലെ വാസ്തുകലകളാൽ കൊത്തിയെടുത്ത ഒരു മനോഹരമായ നിർമ്മിതിയായിരുന്നു ട്രഷറി. അതിനു മുകളിൽ കൊത്തിയെടുത്ത അലങ്കരിച്ച കലശത്തിൽ മറഞ്ഞിരിക്കുന്ന നിധികളുണ്ടെന്ന് പ്രാദേശികളായ ബദൂയിനുകൾ വിശ്വസിച്ചിരുന്നു. ഒരുപക്ഷെ സ്വർണം, ആഭരണങ്ങൾ അല്ലെങ്കിൽ പുരാതന രാജാക്കന്മാർ ഉപേക്ഷിച്ച രഹസ്യ സമ്പത്ത്. കലശം തുറന്ന് നിധി പുറത്തെടുക്കാമെന്ന് പ്രതീക്ഷിച്ചവർ കലശത്തിലേക്ക് വെടിയുതിർത്തു. ഈ ഐതിഹ്യം കാരണമാണ് ഗംഭീരമായ ശവകുടീരം ട്രഷറി എന്നറിയപ്പെടുന്നത്. ഇടുങ്ങിയ വളഞ്ഞു പൊളഞ്ഞ പാതയിലൂടെ കിലോമീറ്ററുകൾ നടന്ന് നമുക്ക് മുൻപിൽ അത് പ്രത്യക്ഷപ്പെടുന്നു. കല്ലിൽ കൊത്തിയെടുത്ത ഒരു സ്വപ്നം പോലെ. പെട്രയുടെ ഏറ്റവും വലിയ രത്നം അൽ ഖസ്നെ, ദ ട്രഷറി. പുരാതന ഭാവനയുടെ ഒരു മാസ്റ്റർ പീസ്. നിശബ്ദമാണെങ്കിലും 2300-ലേറെ വർഷങ്ങളുടെ മരുഭൂമിയുടെ നഷ്ടപ്പെട്ട ഒരു നാഗരികതയുടെ തിളക്കത്തിൻ്റെ കഥ നമ്മളോട് പറയുന്നു. ശരിക്കും ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് എമോഷണൽ മൊമെൻറ്റ്സ് ഓഫ് മൈ ലൈഫ്.
ട്രഷറിയുടെ പുറമേയുള്ള ഭംഗി മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ. അകത്തേക്കുള്ള വഴികളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സന്ദർശകർക്കാർക്കും അകത്തേക്ക് പ്രവേശനമില്ല. കുറേ സമയം അവിടെ ചെലവിട്ട ശേഷം മറ്റ് കാഴ്ചകൾ കാണുന്നതിനായി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. വഴിയുടെ ഇരുവശവും പാറകളിൽ കൊത്തിയെടുത്ത മനോഹരമായ വീടുകളായിരുന്നു. ചിലതിൻ്റെ എല്ലാം അകത്ത് കയറി അതിനുള്ളിലെ ദൃശ്യങ്ങളും ഞാൻ പകർത്തി. ക്രിസ്ത്യൻ, മുസ്ലിം മതഗ്രന്ഥങ്ങളിലും മറ്റും ഈ പ്രദേശത്തെയും ഇവിടെ ജീവിച്ചിരുന്ന ആളുകളെയും കുറിച്ച് പരോക്ഷമായി പരാമർശിക്കുന്നുണ്ട്. ബൈബിളിൽ പെട്ര സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏദോമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബൈബിളിൽ ഈ പ്രദേശം പലപ്പോഴും ഉയർന്ന പാറക്കെട്ടുകളുള്ള കോട്ടകളിൽ താമസിക്കുന്ന അഹങ്കാരികളായ ആളുകളുമായും ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവരുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ചില ഇസ്ലാമിക പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് പെട്രയെ തമൂദിലെ പുരാതന ജനതയുടെ കഥയുമായി ബന്ധപ്പെടുത്താമെന്നാണ്. മലകളിൽ നിന്ന് വീട് കൊത്തിയ ഒരു പുരാതന അറേബ്യൻ ഗോത്രമായിരുന്നു തമൂദ്. സൂറത്ത് അൽ ഹിജ്ർ, സൂറത്ത് അൽ ഫജ്ർ തുടങ്ങിയ ഖുർആൻ വാക്യങ്ങൾ പാറകളിൽ വീടുകൾ കൊത്തിയുണ്ടാക്കുന്ന ആളുകളെക്കുറിച്ചും അവരുടെ അഹങ്കാരത്താൽ നശിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചും പറയുന്നു. എന്നിരുന്നാലും മതഗ്രന്ഥങ്ങളിലൊന്നും പെട്രയെക്കുറിച്ചോ നബാത്തിയൻസിനെക്കുറിച്ചോ എവിടെയും പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെടുത്താവുന്ന ചരിത്രരേഖകൾ ഒന്നും നിലവിലില്ല. നബാത്തിയക്കാർ ഗ്രീക്ക്, റോമൻ, ഈജിപ്ഷ്യൻ എന്നിവയുൾപ്പെടെ വിവിധ സംസ്കാരങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഒരു കോസ്മോപൊളിറ്റൻ ജനതയായിരുന്നു. മരുഭൂമിയിൽ വിളകൾ വളർത്തുന്നതിന് നൂതന ജലസേചന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ കൃഷിയിൽ വൈദഗ്ധ്യം നേടിയിരുന്നു. പുരാതന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൈമാറാൻ വ്യാപാരികൾ എത്തിയിരുന്ന ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു പെട്ര. സങ്കീർണമായ മൺപാത്രങ്ങൾ, ആഭരണങ്ങൾ, മറ്റ് കരകൗശല വസ്തുക്കൾ എന്നിവ നിർമ്മിക്കുന്നതിലും നബാത്തിയൻസ് നിപുണരായിരുന്നു. ബഹുവർണ്ണങ്ങളിലുള്ള പാറകൾ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ അലങ്കരിച്ചിരിക്കുന്ന ശ്രദ്ധിച്ചോ നിങ്ങൾ? പിങ്ക്, ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പർപ്പിൾ, നീല, പച്ച ഇങ്ങനെ പല നിറത്തിലുള്ള കല്ലുകൾ നമ്മൾ പെട്രയിൽ കാണും. ഇതൊന്നും ചായം കൊടുത്തതോ കൃത്രിമമായി നിറം കൊടുത്തതോ അല്ല. മണൽക്കല്ലിനുള്ളിലെ പ്രകൃതിദത്ത ധാതുക്കൾ കാരണമാണ് ഇങ്ങനെ നിറങ്ങൾ മാറുന്നത്. അതായത് ഇരുമ്പ് ഓക്സൈഡുകൾ പാറയെ ചുവപ്പ്, മഞ്ഞ, തവിട്ട് നിറങ്ങൾ നൽകുന്നു. അതുപോലെ മാംഗനീസ് പർപ്പിൾ, കറുപ്പ് നിറങ്ങൾ നൽകുന്നു. ഇതുപോലെ പല ധാതുക്കൾ കല്ലുകൾക്ക് പല നിറങ്ങൾ നൽകുന്നു. അങ്ങനെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സ്വാഭാവികമായി രൂപപ്പെട്ട പാറകൾ കണ്ടെത്തി ശേഖരിച്ച് അവ തങ്ങളുടെ നിർമ്മിതികൾ മനോഹരമാക്കാൻ അവർ ഉപയോഗപ്പെടുത്തി. അങ്ങ് ദൂരെ മലമുകളിലൊരു കെട്ടിടം കണ്ടപ്പോൾ ഞങ്ങളത് കാണുന്നതിനായി അതിന് മുകളിലേക്ക് നടന്നു കയറി. കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വലിയൊരു കെട്ടിടമായിരുന്നു അത്. അതിനുള്ളിൽ നിറയെ മുറികളും വലിയ ഹാളുകളും വലിയ പില്ലറുകളും ഞങ്ങൾ കണ്ടു. സാങ്കേതികവിദ്യ ഒട്ടും പുരോഗമിച്ചിട്ടില്ലാത്ത 2500 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ഇങ്ങനെയെല്ലാം നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടാതെ വേറെന്ത് ചെയ്യും? വീടുകൾ മാത്രമായിരുന്നില്ല നബാത്തിയൻസ് നിർമ്മിച്ചിരുന്നത്. വലിയ അമ്പലങ്ങൾ, ആശ്രമങ്ങൾ, അതുപോലെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിർമ്മിതികൾ, അങ്ങനെ എന്തെല്ലാം. പെട്രയുടെ ഘടനയുടെ നിർമ്മാണത്തിൽ ക്വാറി നിർമ്മാണം, കൊത്തുപണി, കല്ല് ബ്ലോക്കുകൾ കൂട്ടിച്ചേർക്കൽ എന്നിവയുടെ സംയോജനം ഉൾപ്പെടുന്നു. നബാത്തിയക്കാർ റോക്ക് കട്ട് ആർക്കിടെക്ചർ എന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു. അവിടെ അവർ മണൽക്കല്ലിൽ നേരിട്ട് കൊത്തിയെടുത്താണ് കെട്ടിടങ്ങളുടെ മുൻഭാഗങ്ങളും ഉൾഭാഗങ്ങളും നിർമ്മിച്ചത്. ഈ പ്രക്രിയക്ക് ശ്രദ്ധാപൂർവമായ ആസൂത്രണം, കൃത്യത, കഠിനാധ്വാനം എന്നിവ ആവശ്യമായിരുന്നു. നിരവധി നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് തൊഴിലാളികൾ പെട്രയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു. നബാത്തിയക്കാർ എങ്ങനെയാണ് പെട്ര നിർമ്മിച്ചത്? പാറയുടെ മുകളിൽ നിന്ന് കൊത്തുപണി ആരംഭിച്ച് താഴേക്ക് പ്രവർത്തിച്ചുവെന്ന് പുരാവസ്തു ഗവേഷകർ വിശ്വസിക്കുന്നു. ഈ രീതിയിൽ തൊഴിലാളികൾക്ക് സ്മാരകത്തെയും തങ്ങളിലേക്ക് വീഴുന്ന അവശിഷ്ടങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ആദ്യം അവർ പാറയുടെ മുഖത്ത് നേരിട്ട് രൂപരേഖകൾ വരച്ചു. തുടർന്ന് മെറ്റീരിയൽ ശ്രദ്ധാപൂർവം നീക്കം ചെയ്തു. ഇത് അവിശ്വസനീയമായ വിധം മന്ദഗതിയിലുള്ളതും വൈദഗ്ധ്യമുള്ളതുമായ ഒരു പ്രക്രിയയായിരുന്നു.
ഭൂമിശാസ്ത്രം, എഞ്ചിനീയറിംഗ്, കലാരൂപം എന്നിവയെക്കുറിച്ചുള്ള വിപുലമായ അറിവ് ഇതിനാവശ്യമാണ്. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കങ്ങൾക്ക് പെട്ര ഇരയായിരുന്നു. നാശം തടയാൻ നബാത്തിയക്കാർ നഗരത്തിന് ചുറ്റും വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാനും സുരക്ഷിതമായി തിരിച്ചുവിടാനും ചാനലുകളും വലിയ അണക്കെട്ടുകളും നിർമ്മിച്ചു. വെള്ളത്തിന്മേലുള്ള അവരുടെ വൈദഗ്ധ്യം പെട്രയെ വാസയോഗ്യമാക്കുക മാത്രമായിരുന്നില്ല, അവരുടെ ബുദ്ധിശക്തി, പ്രതിരോധശേഷി, പ്രകൃതിയുമായുള്ള അസാധാരണമായ ബന്ധം എന്നിവയെ പ്രതീകപ്പെടുത്തുകയും ചെയ്തു. അതിജീവനം ദൈനംദിന വെല്ലുവിളിയായിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നബാത്തിയക്കാർ മരുഭൂമിയെ പൂന്തോട്ടങ്ങൾ, ജലധാരകൾ, കുളങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഒരു സമൃദ്ധമായ നഗരമാക്കി മാറ്റി. 2000 വർഷങ്ങൾക്ക് മുൻപ് ജല എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു യഥാർത്ഥ അത്ഭുതം. ഞങ്ങളിനി പ്രവേശിക്കാൻ പോകുന്നത് പെട്രയുടെ സിറ്റിയിലേക്കാണ്. മനോഹരമായി മണൽക്കല്ലുകൾ പാകിയ നിലവും വലിയ കവാടങ്ങളെല്ലാമുള്ള ഒരു വലിയ സിറ്റി. സിറ്റിക്കുള്ളിൽ നിരവധി കാഴ്ചകളാണ്. ക്ഷേത്രങ്ങൾ, മാർക്കറ്റുകൾ, ബാത്ത് ഹൗസുകൾ. ഒരിക്കൽ ഇവിടെ മുഴങ്ങിയിരുന്ന ജീവിതം നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്നത് പോലെ. സിറ്റിക്കുള്ളിൽ നെഫേഷ് എന്നെഴുതിയ ഒരു ഭാഗം ഞങ്ങൾ കണ്ടു. ഇത് ഒരു ശവകുടീരത്തെ അടയാളപ്പെടുത്തുന്ന പവിത്രമായ സ്മാരകമാണ്. നബാത്തിയക്കാർ മരിച്ചവരുടെ ആത്മാവിനെ പ്രതീകപ്പെടുത്തി അവരുടെ ഓർമ്മകൾ എന്നേക്കുമായി നിലനിർത്താൻ വേണ്ടി നിർമ്മിച്ച അവരുടെ പവിത്രമായ ഒരു നിർമ്മിതിയായിരുന്നു നെഫേഷ്. നബാത്തിയക്കാർക്ക് മരണാനന്തര ജീവിതവും ബഹുമാനവും എന്ന ആശയം എത്രത്തോളം പ്രധാനമായിരുന്നുവെന്ന് ഇവ പ്രതീകപ്പെടുത്തുന്നു. സിറ്റിയിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ മൊണാസ്ട്രി എന്ന മറ്റൊരു അത്ഭുത ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ട്രഷറി പോലെ തന്നെ, പക്ഷേ അതിനേക്കാൾ വലിയ ഒരു മനോഹരമായ നിർമ്മിതി. ഇവിടെ നിന്ന് 800-ലധികം പടികൾ മുകളിലേക്ക് കയറി വേണം അങ്ങോട്ടെത്താൻ. വൈകുന്നേരം 6 മണി വരെയാണ് പെട്രയിൽ സന്ദർശനാനുമതിയുള്ളത്. സമയമേറെ വൈകിയതിനാൽ മൊണാസ്ട്രി കാണാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാനും ഷബീർ ഭായി മാത്രമാണ് അതുവരെ എത്തിയത്. ബാക്കിയുള്ളവരെല്ലാം നടന്ന് തളർന്ന് എപ്പോഴോ തിരിച്ചു പോയിരുന്നു. പെട്ര എന്നത് വെറുമൊരു കല്ലിൻ്റെ നഗരമല്ല, സ്വപ്നങ്ങളുടെയും ചരിത്രത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ഒരു നഗരമാണ്. തുറന്ന ആകാശത്തിന് കീഴിൽ കാലാതീതമായി അതിന്നും നിലനിൽക്കുന്നു. ഒരിക്കൽ ആയിരക്കണക്കിന് ആളുകളുടെ ശബ്ദങ്ങൾ പ്രതിധ്വനിച്ച നഗരത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിയരികിൽ കണ്ട കൂറ്റൻ തൂണുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം, എത്ര പ്രൗഢമായ ഒരു പട്ടണമായിരുന്നിത്, അതും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്. ഒരു ആധുനിക സാങ്കേതിക വിദ്യകളുടെയും സഹായമില്ലാതെ അന്ന് കാലത്ത് മനുഷ്യൻ കൊത്തിയെടുത്ത ഈ നഗരം, എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോഴും പെട്രയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്നും 60% പെട്ര എന്ന നഗരം മണ്ണിനടിയിൽ തന്നെയാണ്. എന്തുകൊണ്ട് പെട്ര ലോകത്തിലെ 2ാമത്തെ മഹാത്ഭുതമായി എന്നതിൻ്റെ ഉത്തരം ഞാൻ അവിടെ അനുഭവിച്ചറിയുകയായിരുന്നു. പെട്രയിൽ കണ്ട ഒരു തിയേറ്ററാണിത്. AD 1-ാം നൂറ്റാണ്ടിൽ നബാത്തിയൻസ് ആണ് നിർമ്മിച്ചതെങ്കിലും പിന്നീട് റോമൻസ് ഇത് പുതുക്കി പണിതിരുന്നു. ഇത് റോമൻ തിയേറ്ററുകൾ പോലെ പ്രത്യേക കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതല്ല, പിങ്ക് മണൽക്കല്ലിൽ നേരിട്ട് കൊത്തിയെടുത്തതാണ്. ഏകദേശം 4000 മുതൽ 5000 വരെ കാണികളെ ഉൾക്കൊള്ളാൻ ഇതിന് കഴിയും. പെട്ര എത്ര വലുതും ചടുലവുമാണെന്ന് ഇത് കാണിക്കുന്നു. അർദ്ധവൃത്താകൃതിയിലുള്ള ഇതിൻ്റെ രൂപകൽപ്പന ശബ്ദം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. അതുകൊണ്ട് തന്നെ മൃദുവായ ശബ്ദങ്ങൾ പോലും പ്രേക്ഷകർക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയും. പെട്ര മുഴുവൻ നടന്നു കാണാനാണെങ്കിൽ ഒരു 2-3 ദിവസമെങ്കിലും ചുരുങ്ങിയത് വേണ്ടിവരും. പെട്രയിലെ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണിത്. വെള്ളം ഒഴുക്കിക്കളയാൻ വേണ്ടി അവർ നിർമ്മിച്ചതായിരിക്കാം. 20,000-ഓളം ആളുകളാണ് അന്ന് വിട്ട് താമസിച്ചിരുന്നത്. സമുദ്ര വ്യാപാര പാതകളിൽ ഭൂകമ്പം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ഉയർച്ചയോടെ പെട്രയുടെ അഭിവൃദ്ധി ക്രമേണ കുറഞ്ഞു.
കൂടാതെ വിനാശകരമായ ഭൂകമ്പങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ പ്രദേശത്തുണ്ടായി, പ്രത്യേകിച്ച് AD 363. ഇത് നിരവധി കെട്ടിടങ്ങളെയും അവയുടെ ജലസംവിധാനങ്ങളെയും നശിപ്പിച്ചു. അതോടെ നബാത്തിയൻസ് പെട്ര വിട്ടുപോവുകയാണ് ഉണ്ടായത്. മണ്ണിനടിയിൽ നൂറ്റാണ്ടുകൾ മറഞ്ഞു കിടന്ന പെട്രയെ 1812 സ്വിസ് പരിവേഷകനായ ജോഹാൻ ലുഡ്വിഗ് ബക്കാർഡ് വീണ്ടും കണ്ടെത്തുന്നതുവരെ പെട്രയെക്കുറിച്ച് പുറം ലോകത്തിന് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പെട്രയുടെ 40% ഇന്നും പുറത്ത് കണ്ടെത്തിയിട്ടുള്ളൂ. ബാക്കി 60% മണ്ണിനടിയിൽ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ നടന്ന് അവസാനം ഞങ്ങൾ ട്രഷറിയിൽ തന്നെ എത്തി. അല്പസമയം കൂടി അവസാനമായി ട്രഷറിയുടെ ആ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് സമയം കൂടി അവിടെ നിന്നു. പിന്നെ പെട്ര എന്ന മഹാത്ഭുതത്തോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഹോട്ടൽ ലക്ഷ്യമാക്കി നടന്നു. ഡിന്നറിന് ജോർദാൻ ട്രഡീഷണൽ ഫുഡ് കൂടി കഴിക്കാമെന്ന് വെച്ചു. ജോർദാൻ ദേശീയ വിഭവമാണ് മൻസാഫ്. റൈസും മീറ്റും അതുപോലെ പൈൻ നട്ട്സ് അല്ലെങ്കിൽ ബദാം എല്ലാം ഉപയോഗിച്ച് അതിന് മുകളിൽ അലങ്കരിച്ച ഒരു വിഭവം. ആട്ടിൻപാൽ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു തരം സോസാണ് അതോടൊപ്പം ഉണ്ടാകുന്നത്. ഹോട്ടലുടമ ഞങ്ങൾ വളരെ കാര്യമായി തന്നെ സൽക്കരിച്ചു. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ റിമോട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെ പറഞ്ഞു ഇഷ്ടമുള്ള പാട്ട് കേട്ട് ഭക്ഷണം കഴിക്കാൻ. വാദി മൂസ തെരുവ് ഞങ്ങൾ മലയാളപ്പാട്ട് കൊണ്ട് മുഴക്കി. പെട്രയെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. യാത്രകൾ അവസാനിക്കുന്നില്ല. ജോർദാനിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങളെല്ലാം മുൻപ് 3 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ പ്ലേലിസ്റ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. വീഡിയോസ് കാണുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ജോർദാൻ്റെ വിശേഷങ്ങൾ ഇത്രയാണ്. പുതിയൊരു ഡെസ്റ്റിനേഷനിലെ വിശേഷങ്ങളുമായി വീണ്ടും മീറ്റ് ചെയ്യുന്നത് വരെ ബൈ.